സ്ത്രീകൾക്കായുള്ള KSRTCയുടെ പ്രത്യേക പിങ്ക് ബസിന്റെ സർവീസ് ഇന്നു മുതൽ തിരുവനന്തപുരത്ത് ആരംഭിക്കും. വനിതകളുടെ രാത്രികാല യാത്രകൾ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് പിങ്ക് ബസ് സർവീസുകൾ തുടങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, അങ്ങനെ പിങ്ക് ബസും സർവീസും ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ വൈകുന്നേരങ്ങളിലാണല്ലോ ഇത്. അതിൻ്റെ ഒരു സമയക്രമം അത് എങ്ങനെയൊക്കെയാണ്? അതിൻ്റെ ഉദ്ഘാടനം എപ്പോഴാണ്? എന്താണ് വിവരങ്ങൾ? സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പിങ്ക് ബസ് കൂടി സർവീസ് ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കായി രാത്രികാല സുരക്ഷിത യാത്ര ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ പിങ്ക് ബസ് സർവീസ് നടത്തുന്നത്. രാത്രി 9 മണിക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ച് 9 മണിക്ക് ശേഷമായിരിക്കും നഗരത്തിൽ വന്നിറങ്ങുന്ന സ്ത്രീകൾക്കുള്ള സുരക്ഷ ഒരുക്കുന്ന സർവീസ് നടത്തുക. പ്രധാനമായും ആശുപത്രികൾ, സിനിമ കഴിഞ്ഞ് മടങ്ങുന്നവർ, വിവിധ ട്രെയിനുകളിലായി എത്തുന്ന വനിതാ യാത്രക്കാർ എന്നിവരെയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം തന്നെ ഈ സർവീസ് ആരംഭിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്താണ് ആദ്യം തന്നെ സർവീസ് ആരംഭിക്കുന്നത്. ടെക്നോ പാർക്ക് റൂട്ടിൽ, തിരുവനന്തപുരം മുതൽ ടെക്നോ പാർക്ക് വരെയുള്ള റൂട്ടിലാണ് ഇത് സർവീസ് നടത്തുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം മന്ത്രി CP ജോൺ നിർവഹിക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ ഇത് ഇൻഫോസിസ്, ടെക്നോ പാർക്ക്, കഴക്കൂട്ടം, ഉള്ളൂർ മെഡിക്കൽ കോളേജ്, കിഴക്കേക്കോട്ട, തമ്പാനൂർ, പട്ടം ഈ മേഖലകളിലൂടെയാണ് സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും സ്ത്രീകൾക്കുള്ള സുരക്ഷ ഒരുക്കുക എന്നത് തന്നെയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ പ്രിയദർശിനി സർവീസുകൾ ആരംഭിച്ചതിന് ശേഷം അത് തികച്ചും സൗജന്യമായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ആരംഭിക്കുന്ന ഈ പിങ്ക് ബസ്സിൽ സൗജന്യ യാത്രയല്ല, പക്ഷേ സ്ത്രീകൾക്ക് മാത്രമാണ് അതിൽ കയറാൻ കഴിയുക. സ്ത്രീകൾക്ക് മാത്രമായുള്ള സർവീസ് ആയിരിക്കും. രാത്രിയിൽ സുരക്ഷിതമായ യാത്ര ഇവർക്ക് ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് നടപ്പാക്കുന്നത്. കൂടുതൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇതിന് ഓൺലൈൻ റിസർവേഷൻ സൗകര്യങ്ങൾ അടക്കം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് തീരുമാനങ്ങൾ ഉണ്ടാവും. നിലവിൽ ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് സർവീസ് ആരംഭിക്കുകയും സംസ്ഥാനത്തെ എല്ലാ ഭാഗങ്ങളിലേക്കും പിങ്ക് ബസ്സിൻ്റെ സർവീസ് തുടരാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി CP ജോൺ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും.